Prove that in the arithmetic sequence 4, 7, 10, the squares of all terms are also terms of the sequence. അതായത് 4, 7, 10 എക്സെട്ര എന്ന സീക്വൻസിൻ്റെ എല്ലാ ടേമിൻ്റെയും സ്ക്വയേഴ്സും ഈ സീക്വൻസിലെ ടേം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോം ആദ്യം കണ്ടുപിടിക്കാം, ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ടേം എന്താണ്? x1. ഫസ്റ്റ് ടേം x1 അല്ല, അത് എത്രയാണ്? 4 ആണ്. പിന്നെ സെക്കൻഡ് ടേം x2, അത് എത്രയാണ്? 7 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ x1 x2 അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ x2 മൈനസ് x1 അത് എത്രയാണ്? 7 മൈനസ് 4 3 ആണ് അല്ലേ? കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം എന്താണ്? ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് എന്താ? xn ഇസ്വൽ ടു an പ്ലസ് b എന്ന ഫോമിലാണ്, വേർ a ആൻഡ് b ആർ ഫിക്സഡ് നമ്പർ. എന്നിന് പകരം 1 എന്ന് കൊടുത്താൽ x1 കിട്ടില്ലേ? അപ്പോൾ എന്നിന് പകരം 1 കൊടുക്കുക. സോ x1 ഇസ്വൽ ടു a ഇൻറ്റു 1 പ്ലസ് b. ഓക്കെ, x1 എത്രയാണ്? 4 ആണ്. ഫസ്റ്റ് ടൈം 4 ഇല്ലേ? അപ്പോൾ 4 ഇസ്വൽ ടു a എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്, കാരണം എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് നമുക്ക് 3 എന്ന് കിട്ടില്ല, അപ്പോൾ 3 ഇൻറ്റു 1 അതായത് 3 പ്ലസ് ബി. അപ്പോൾ ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 3 ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് 3 ഇക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 3 ആവും. സോ 4 മൈനസ് 3 ഇക്വൽ ടു ബി. ദാറ്റ് ഈസ് 4 മൈനസ് 3 1 അല്ലേ? 1 ഇക്വൽ ടു ബി. അപ്പോൾ ബിയുടെ വാല്യൂ 1 എന്ന് കിട്ടി. എയുടെ വാല്യൂ കോമൺ ഡിഫറൻസ് അതായത് 3 ആണ് അല്ലേ? അപ്പോൾ ആൾജിബ്രിക് ഫോം എന്താണ്? ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് xn ഇക്വൽ ടു an പ്ലസ് ബി ആയിരുന്നു. ദാറ്റ് ഈസ് xn ഇസ്വൽ ടു a എന്താ നമുക്ക് കിട്ടിയത്? 3 ആണ് അല്ലേ? അപ്പോൾ 3n പ്ലസ് ബി എത്ര? 1. ഓക്കെ, അപ്പോൾ 3n പ്ലസ് 1 ആണ് ആൾജിബ്രിക് ഫോം അല്ലേ? xn ഇസ്വൽ ടു 3n പ്ലസ് 1 ആണ് അല്ലേ? അപ്പോൾ xn എന്ന് പറയുന്ന എന്താണ്? എല്ലാ ഈ സീക്വൻസിലെ ഓരോ ടേമിനെയും എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് അല്ലേ? അതായത് എന്നിന് 1 കൊടുത്താൽ x1 കിട്ടും, ഫസ്റ്റ് ടേം കിട്ടും. എന്നിന് 2 കൊടുത്താൽ x2 അതായത് സെക്കൻഡ് ടേം കിട്ടും. എന്നിന് 3 കൊടുത്താൽ x3 അതായത് തേർഡ് ടേം കിട്ടും അല്ലേ? അങ്ങനെ എല്ലാ ടേമും കിട്ടും. അപ്പം nth ടേമാണ് എന്ത്? xn എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ xnൻ്റെ സ്ക്വയർ, nth ടേമിൻ്റെ സ്ക്വയർ എന്താണ്? xn എന്ന് പറഞ്ഞാൽ 3n പ്ലസ് 1 അല്ലേ? അപ്പോൾ 3n പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് 3n പ്ലസ് 1 സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ എക്ക് പകരം 3n ബിക്ക് പകരം 1 ആണ് ഇവിടെ അല്ലേ? അതായത് 3n ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്തു? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 3n പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. എക്ക് പകരം 3n ബിക്ക് പകരം 1 കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? ദാറ്റ് ഈസ് 3n സ്ക്വയർ എന്ന് വെച്ചാൽ 3 സ്ക്വയർ n സ്ക്വയർ, 3 സ്ക്വയർ 9 അല്ലേ? അപ്പോൾ 9n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6 ആണ്, പിന്നെ ഒരു n ഉണ്ട്, അപ്പോൾ 6n പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 1. ഓക്കെ, 9n സ്ക്വയറും 6n ഒക്കെ എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. 9n സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3യുടെ മൾട്ടിപ്പിൾ അല്ലേ 9n സ്ക്വയർ? 3 ഇൻറ്റു 3 ആണ് 9, പിന്നെ ഒരു n സ്ക്വയറും ഇങ്ങനെ എഴുതാം. പ്ലസ് 6n നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 2n എന്ന് എഴുതാം, പ്ലസ് ഒരു 1 ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് അപ്പോൾ 3 ആദ്യത്തെ രണ്ട് ടേമിൽ അതായത് 3 ഇൻറ്റു 3n സ്ക്വയറിലും 3 ഇൻറ്റു 2nലും 3 കോമൺ ആണ്, അത് പുറത്തെടുക്കുക. ഓക്കെ, അപ്പോൾ 3 പുറത്തെടുത്തല്ലേ? ആദ്യത്തെ ടേമിൽ 3 പുറത്തെടുത്ത ബാക്കി 3n സ്ക്വയർ, പിന്നെ ഒരു പ്ലസ്. അടുത്ത ടേമിൽ 3 പുറത്തെടുത്ത ബാക്കി 2n, പിന്നെ പ്ലസ് 1. 3n സ്ക്വയർ പ്ലസ് 2nനെ നമുക്ക് എന്ത് കൊടുക്കാം? k എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 3k പ്ലസ് 1 അല്ലേ? k എന്താണ്? k ഇക്വൽ ടു 3n സ്ക്വയർ പ്ലസ് 2n ആണ് അല്ലേ? അപ്പോൾ ഇത് 3k പ്ലസ് 1 എന്ന ഫോമിലാണ് അല്ലേ? അതേ ഫോമിൽ തന്നെ അല്ലേ നമ്മുടെ xn എന്തായിരുന്നു? 3n പ്ലസ് 1 അല്ലേ? xn സ്ക്വയറും എന്താണ്? 3k പ്ലസ് 1 അല്ലേ? രണ്ടും എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന ഫോമിലാണ് അല്ലേ?
എന്ന ഫോമിലാണ് അല്ലേ. അതായത് 3n എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് അല്ലേ. 3യുടെ കൂടെ നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 1, 3 into 2, 3 into 3, 3 into 4 അതൊക്കെയാണ് 3n എന്ന് പറയുന്നത് അല്ലേ. അതൊക്കെ എന്താണ് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3k + 1 3k എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ +1 ഇതും എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന ഫോമിലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ആർ ഓൾസോ ദ ടേംസ് ഓഫ് ദ സീക്വൻസ്. Prove that the arithmetic sequence 5, 8, 11 does not contain any perfect square. അതായത് 5, 8, 11 എന്ന arithmetic സീക്വൻസിലെ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഇൻക്ലൂഡഡ് ആയിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം അതായത് x1 എന്താണ് 5 ആണ്, സെക്കൻഡ് ടേം അതായത് x2 എന്താണ് 8 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ x1 x2 അടുത്തടുത്തുള്ള രണ്ട് ടേംസ് ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് എന്താണ് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അതായത് x2 - x2 8 ആണ്, x1 5 ആണ് അല്ലേ. അപ്പോൾ 8 - 5 എന്താ 3 ആണ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ നമുക്ക് ആൾജിബ്രിക് ഫോം കാണാമല്ലോ. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ത് ഫോമിലാണ്, xn = an + b എന്ന ഫോമിലാണ്, where a and b are fixed numbers. അപ്പോൾ എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ നമുക്ക് x1 കിട്ടുമല്ലോ. സോ x1 = a × 1 + b. ഓക്കെ, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അത് എത്രയാണ് 5 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 5 = a എന്ന് പറഞ്ഞാൽ എന്താ കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. കാരണം എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 3 എന്ന് ഓൾറെഡി കിട്ടി. അപ്പോൾ അതാണ് a. ഓക്കെ, a = 3 ആണ്. അപ്പോൾ 3 × 1 എന്ന് വെച്ചാൽ 3 + b. അപ്പോൾ ഇതിൽ നിന്നും ബിയുടെ വാല്യൂ കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 3 ആഡ് ചെയ്തേക്കും അല്ലേ. അപ്പോൾ ഈ +3 കെറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -3 ആകും. സോ 5 - 3 = b. 5 - 3 എത്രയാണ് 2 ആണല്ലേ. സോ 2 = b. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ ആൾജിബ്രിക് ഫോം എന്താണ്, ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ xn = an + b ആയിരുന്നല്ലോ. ദാറ്റ് ഈസ് xn = a എന്തായിരുന്നു നമുക്ക് കിട്ടിയത് 3, കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ 3 × n 3n + b എത്രയാണ് 2. ഓക്കെ, അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം എന്താണ് 3n + 2 ആണ് അല്ലേ. അപ്പോൾ ഈ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഉൾപ്പെടുന്നില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അതായത് ഇപ്പോൾ ആൾജിബ്രിക് ഫോം 3n + 2 എന്താവണം, പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് പറ്റിയതല്ല. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 3n + 2 എന്ന ഫോമിൽ വരില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഏതൊരു നാച്ചുറൽ നമ്പേഴ്സും എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സാണ് ഓൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് എന്ത് ഫോമിലല്ല 3n + 2 എന്ന ഫോമിലല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം ഏതൊക്കെയാണ്, 1, 2, 3, 4, 5, 6, 7, 8, 9 etc. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇവയുടെയൊക്കെ സ്ക്വയേഴ്സ് എന്ത് ഫോമിലാണ് 3n + 2 എന്ന ഫോമിലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇവയുടെ സ്ക്വയേഴ്സാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, അതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതിന് വേണ്ടിയിട്ട് ഇവയെ നമുക്ക് 3 സെറ്റാക്കാം. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും 3 സെറ്റിൽ ഉൾക്കൊള്ളിപ്പിക്കാം. ആദ്യത്തെ സെറ്റ് ഏതാണ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് 3യുടെ മൾട്ടിപ്പിൾസ്. ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് 3 നമുക്ക് എങ്ങനെ എഴുതാം, 3k എന്ന് എഴുതാം. ഓക്കെ, 3k. കാരണം എന്താ 3k എന്ന് വെച്ചാൽ എന്താ, കെയുടെ വാല്യൂസ് 1, 2, 3 എന്നിട്ട് കൊടുത്താൽ 3 × 1, 3 × 2, 3 × 3 അല്ലേ. അങ്ങനെ പോകും. അതൊക്കെ 3യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. 3 × 1 3, 3 × 2 6, 3 × 3 9 അല്ലേ. ഇത് 3യുടെ മൾട്ടിപ്പിൾസിനെ നമ്മൾ ആൾജിബ്രയിൽ എങ്ങനെ പറയാം, 3k അല്ലെങ്കിൽ 3n 3m ഏത് ആൽഫബറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ k ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3k എന്ന് പറയും 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്, 3 എന്ന നമ്പർ ഉണ്ട്, പിന്നെ 3 × 2 6,
പിന്നെയോ 3 × 3 9 എക്സെട്ര. ഇതൊക്കെ 3യുടെ മൾട്ടിപ്പിൾസ്. ഓക്കെ, ഇനി അടുത്തത് 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പർ. അത് ഏതൊക്കെയാണ്? 3k + 1. ഓക്കെ, അതായത് 3 + 1 6 + 1 9 + 1 അല്ലേ? 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പർ അത് ഏതൊക്കെയാണ്? 3 + 1 4 ആണ്, 6 + 1 7 ആണ്, 9 + 1 10 അല്ലേ? 0യും 3യുടെ മൾട്ടിപ്പിൾ തന്നെയാണല്ലേ? അപ്പോൾ 0 + 1 എന്താ? 1. അപ്പോൾ 1ഉം ഈ സെറ്റിൽ ഉൾപ്പെടും. ഓക്കെ, 1 4 7 ആ നമ്പേഴ്സ്. ഓക്കെ, 1 4 7 10 എക്സെട്ര ഈ നമ്പേഴ്സാണ്. ഓക്കെ, ഇനി അടുത്ത സെറ്റ് 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സ്, അതായത് 3k + 2. അത് ഏതൊക്കെയാണ്? 3യുടെ മൾട്ടിപ്പിൾസ് 3 6 9 അല്ലേ? അപ്പോൾ അവയുടെ കൂടെ 2 ആഡ് ചെയ്താൽ 2 ആഡ് ചെയ്താൽ 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? നമുക്ക് 0യും ഇവിടെ ഉൾപ്പെടുത്താം കേട്ടോ. 0 ഉൾപ്പെടുത്താം. അപ്പോൾ 0 + 2 2, 3 + 2 5, 6 + 2 8, 9 + 2 11 എക്സെട്ര ഈ നമ്പേഴ്സ്. ഓക്കെ, അതായത് 2 5 8. അപ്പോൾ എല്ലാ നമ്പേഴ്സും, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എന്തിൽ പെടുന്നുണ്ട്? ഈ സെറ്റിൽ പെടുന്നുണ്ട് അല്ലേ? 3യുടെ മൾട്ടിപ്പിൾസ്, പിന്നെ 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സ്, പിന്നെ 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സ്, അങ്ങനെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഈ സെറ്റിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ? ഏതെങ്കിലും നമ്പേഴ്സ് വിട്ടു പോകുന്നുണ്ടോ? ഇനി തുടർന്ന് വരുന്ന നമ്പേഴ്സ് എങ്ങനെ വരും? 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരും അല്ലേ? 9 കഴിഞ്ഞിട്ട് അടുത്ത 12 എന്ന നമ്പർ ഈ സെറ്റിൽ വരും. 3k എന്ന സെറ്റിൽ. 13 എന്തിൽ വരും? 12 + 1 അല്ലേ 13, അതായത് 3യുടെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 ആഡ് ചെയ്തത്. അപ്പോൾ അത് രണ്ടാമത്തെ സെറ്റിൽ വരും. 14 അതിൽ വരും അടുത്ത സെറ്റിൽ, അതായത് 14 എന്ന് പറഞ്ഞാൽ 12 + 2 ആണല്ലോ. അപ്പോൾ 3k + 2 എന്ന സെറ്റിൽ വരും അല്ലേ? അങ്ങനെ എല്ലാ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ഈ സെറ്റിൽ വരും. അപ്പോൾ ഇവയുടെ ആൾജിബ്രിക് ഫോമാണ്, ഈ 3 സെറ്റിൻ്റെയും ആൾജിബ്രിക് ഫോമാണ് എന്ത്? 3k + 1 3k + 2. ഓക്കെ, അപ്പോൾ അവയുടെ സ്ക്വയേഴ്സ് എന്ത് വരും? ഇവയുടെ സ്ക്വയേഴ്സ്, ആദ്യത്തെ സെറ്റിൻ്റെ സ്ക്വയേഴ്സ് 3k സ്ക്വയർ, 3k ഹോൾ സ്ക്വയർ, അതെന്താ? 9k² എന്ന ഫോം. 3k സ്ക്വയർ എന്ന് വെച്ചാൽ 3² k², അതായത് 9k² എന്ന ഫോമിലാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇത് 3യുടെ മൾട്ടിപ്പിളിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമ്മുടെ ആൾജിബ്രിക് ഫോമിൽ 3 × n + 2 എന്ന ഫോമിലാണ്. അപ്പോൾ 3യുടെ മൾട്ടിപ്പിളായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ എഴുതുക നോക്കാം. അപ്പോൾ 9നെ നമുക്ക് 3 × 3 എന്ന് എഴുതിക്കൂടെ? പിന്നെ ഒരു k² അല്ലേ? അതായത് 3k² നമുക്ക് മറ്റൊരു വേരിയബിൾ ആയിട്ട് എടുക്കാം. ഏത് വേരിയബിൾ ആയിട്ട്? p എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ 3 × p, 3k² p എന്ന വേരിയബിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3p അല്ലേ? 3p എന്ന ഫോമിലാണ്, അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെറ്റിൻ്റെ സ്ക്വയേഴ്സ് എന്ത് ഫോമിലാണ്? 3യുടെ മൾട്ടിപ്പിളിൻ്റെ ഫോമിലാണ് ഉണ്ടാവുക. അടുത്ത സെറ്റ് ഏതാ? 3k + 1 ആണ് അല്ലേ? അപ്പോൾ അവയുടെ സ്ക്വയർ എന്തായിരിക്കും? 3k + 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്കറിയാം a + b ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ a² + 2ab + b² ആണ്. അപ്പോൾ ഇവിടെ എക്ക് പകരം 3kയും ബിക്ക് പകരം 1ഉം ആണ്. അപ്പോൾ 3k ഹോൾ സ്ക്വയർ + 2 × 3k × 1 + 1² അല്ലേ? അതായത് 3k² എന്ന് വെച്ചാൽ എന്താണ്? 9k² + 6k + 1 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് 3 ആയിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ എഴുതാം? 9നെ നമുക്ക് 3 × 3k² എന്ന് എഴുതാം, പ്ലസ് 6നെ നമുക്ക് 3 × 2k എന്ന് എഴുതാം, +1 അല്ലേ? കാരണം 6നെ 3 × 2 എന്ന് എഴുതാം, പിന്നെ ഒരു k ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 കോമൺ ആണ്. അപ്പോൾ ആ 3 പുറത്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ടേമിൽ 3 പുറത്തെടുത്താൽ ബാക്കി 3k², അടുത്തുള്ള സൈന് പ്ലസ്. രണ്ടാമത്തെ ടേമിൽ 3 പുറത്തെടുത്താൽ ബാക്കി 2k, പിന്നെ പ്ലസ്, പിന്നെ ഒരു 1ഉം അല്ലേ? 3k² + 2k എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ട് എടുക്കാം അല്ലേ? അതായത് നമുക്ക് q എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ 3q + 1 എന്ന ഫോമിലാണ് അല്ലേ? അതായത് ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന ഫോമിലാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ സെറ്റിൻ്റെ സ്ക്വയേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന ഫോമിലാണ്. രണ്ടാമത്തെ സെറ്റിൻ്റെ സ്ക്വയേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന ഫോമിലാണ്. ഇനി അടുത്തൊരു സെറ്റും കൂടി ഉണ്ടല്ലോ, അതായത് 3k + 2 എന്ന സെറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അവയുടെ സ്ക്വയർ എങ്ങനെയാണെന്ന് നോക്കാം. 3k + 2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്?
എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ എക്ക് പകരം 3kയും ബിക്ക് പകരം 2 എന്ന് കൊടുത്താൽ എങ്ങനെ വരും? 3k ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3k ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 3k സ്ക്വയർ എന്ന് വെച്ചാൽ 9k സ്ക്വയർ ആണ് അല്ലേ. അതായത് 3 സ്ക്വയർ k സ്ക്വയർ, 3 സ്ക്വയർ 9 ആണല്ലോ, പ്ലസ് 2 ഇൻറ്റു 2 4 ആണ്, 4 ഇൻറ്റു 3 12 ആണ്. അപ്പോൾ 12k പ്ലസ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 3 ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. 9നെ നമുക്ക് 3 ഇൻറ്റു 3 എന്ന് എഴുതാം, പിന്നെ ഒരു k സ്ക്വയറും, പ്ലസ് 12നെ നമുക്ക് 3 ഇൻറ്റു 4 എന്ന് എഴുതാം, പിന്നെ ഒരു kയും. 4നെ നമുക്ക് 3 ആയിട്ട് എഴുതാമല്ലോ, ഇങ്ങനെ 3 പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പം ആദ്യത്തെ ടേമിൽ എല്ലാത്തിലും 3 കോമൺ ആയത് അത് പുറത്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ടേമിൽ 3 പുറത്തെടുത്താൽ ബാക്കി 3k സ്ക്വയർ, പ്ലസ് രണ്ടാമത്തെ ടേമിൽ 3 പുറത്തെടുത്താൽ ബാക്കി 4k, പിന്നെ അടുത്തത് പ്ലസ് 3 ആണ്. അപ്പം 3ന്ന് 3 പുറത്ത് 3യെ നമുക്ക് എങ്ങനെ എഴുതാം? 3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1 ആണല്ലോ, ഇങ്ങനൊരു ഇതാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് 3 പുറത്തെടുത്താൽ ബാക്കി 1 ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ പ്ലസ് 1, ഓക്കെ, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ഫോമിലാണ്? 3k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 നമുക്കൊരു വേരിയബിൾ ആയിട്ട് എടുക്കാം, അത് നമുക്ക് എസ് എന്ന വേരിയബിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ 3s പ്ലസ് 1 എന്ന ഫോമിലാണ് അല്ലേ. ദാറ്റ് ഈസ് 3s എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൻ്റെ സ്ക്വയേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന ഫോമിലാണ് അല്ലേ. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമ്മൾ എത്ര സെറ്റാക്കി? 3 സെറ്റാക്കി. ഒന്ന് ഏതാ? 3k പ്ലസ് 1, 3k പ്ലസ് 2, ഇതൊക്കെയാണ് അവയുടെ ആൾജിബ്രിക് ഫോം ഓരോ സെറ്റിൻ്റെയും. എന്നിട്ട് ഈ സെറ്റിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ സ്ക്വയേഴ്സ് എന്ത് ഫോമിലാണ്? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന ഫോമിലാണ് ഒന്ന്, പിന്നെയുള്ളത് മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന ഫോമിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന ഫോമിലായിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന ഫോമിലായിരിക്കും. ഒരിക്കലും മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 എന്ന ഫോമിൽ ആയിരിക്കില്ല. അതല്ലേ നമുക്കിവിടെ കിട്ടിയത്. നമ്മുടെ ആൾജിബ്രിക് ഫോം, സീക്വൻസിൻ്റെ ഫോം എന്താ? മൾട്ടിപ്പിൾ ഓഫ് 3n എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പം ഇത് എന്ത് ഫോമിലാണ്? മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 എന്ന ഫോമിലാണ്. പക്ഷേ സ്ക്വയേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ഒരിക്കലും മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 എന്ന ഫോമിൽ വരില്ല. ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന ഫോമിലും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന ഫോമിലേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ xn ഈസിക്കൽ ടു നമുക്ക് കിട്ടി 3n പ്ലസ് 2 ആണ് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. So this sequence does not include perfect squares.